വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ബസ് തൊഴിലാളികൾക്ക് ശുചിമുറിയും വിശ്രമകേന്ദ്രവും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് CITU ബസ് തൊഴിലാളി യൂണിയൻ വളാഞ്ചേരി ഏരിയ കമ്മിറ്റി നഗരസഭയ്ക്ക് നിവേദനം നൽകി. വളാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ഹസീന വട്ടോളിക്കാണ് യൂണിയൻ ഭാരവാഹികൾ നിവേദനം കൈമാറിയത്. പ്രതിദിനം 150-ലേറെ ബസ്സുകളാണ് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തുന്നതെന്നും ഇതിലൂടെ 400-ലേറെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്നും യൂണിയൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ തൊഴിലാളികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശുചിമുറിയോ വിശ്രമിക്കാനുള്ള സൗകര്യമോ ബസ് സ്റ്റാൻഡിൽ നിലവിലില്ലെന്നാണ് പരാതി. വർഷങ്ങളായി ആവശ്യമുന്നയിച്ചിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായിട്ടില്ലെന്നും യൂണിയൻ ആരോപിച്ചു. നഗരസഭയ്ക്ക് സ്റ്റാൻഡ് ഫീ നൽകുന്നുണ്ടെങ്കിലും തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യങ്ങളോടുള്ള അവഗണന തുടരുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. വളാഞ്ചേരി ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ബസ് തൊഴിലാളികൾക്കും അവർക്ക് വിശ്രമിക്കുന്നതിനാവശ്യമായ വിശ്രമ കേന്ദ്രവും ശുചിമുറിയും അടക്കമുള്ള സൗകര്യം ഒരുക്കണമെന്ന് ഇന്ന് മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ദീർഘകാലമായി തൊഴിലാളികളുടെ വളാഞ്ചേരിയിൽ പണിയെടുക്കുന്ന ബസ് തൊഴിലാളികളുടെ ദീർഘകാലത്തൊരാവശ്യമാണ് ഏറ്റവും മെച്ചപ്പെട്ടൊരു വിശ്രമ കേന്ദ്രവും അതുപോലെ തന്നെ പ്രാഥമികമായ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നുള്ളത്. പക്ഷേ ഇതുവരെയായിട്ടും വളാഞ്ചേരി നഗരസഭയുടെ അധികാരികൾ തൊഴിലാളികളുടെ ഏറ്റവും പ്രാഥമികമായ ആവശ്യം പരിഗണിക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പാണ് സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് CITUവിന്റെ ബസ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നഗരസഭയെ സമീപിച്ചു. എന്നാൽ നഗരസഭ കൌൺസിൽ ചർച്ച ചെയ്ത് നഗരസഭ കൌൺസിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തത് തൊഴിലാളികൾക്ക് സൗജന്യമായി നൽകേണ്ടതില്ല എന്നുള്ളതാണ്. അതേ ആവശ്യം തന്നെയാണ് വീണ്ടും നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്. പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക ബസ് സ്റ്റാൻഡുകളിലും ഇത്തരം സൗകര്യങ്ങൾ ഏറെ നാളുകളായിട്ടുണ്ട്. വളാഞ്ചേരിയിലാണ് വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത്. കാലങ്ങളിലായിട്ട് നമ്മൾ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലെ തൊഴിലാളികൾ വളരെ ബുദ്ധിമുട്ടിലാണ്. തൊഴിലാളികൾക്ക് പൈസ കൊടുത്തിട്ടാണ് ഇപ്പോൾ തൊഴിലാളികൾ ഒന്ന് മൂത്രയ്ക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിന് 8 മാസം മുന്നേ ഒന്ന് കൊടുത്താണ് നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ ഒരു പരാതി കൊടുത്തു. പക്ഷെ യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല. ഇന്ന് CITU ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. നടപടി ഇല്ലെങ്കിൽ വളാഞ്ചേരിയിലെ മുഴുവൻ ബസ് തൊഴിലാളികളും സമരവുമായി മുന്നോട്ട് വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബസ് സ്റ്റാൻഡിൽ തൊഴിലാളികൾക്കായി പ്രത്യേക ശുചിമുറിയും വിശ്രമകേന്ദ്രവും ഒരുക്കണമെന്നും അതുവരെ നഗരസഭയുടെ കൈവശമുള്ള കംഫർട്ട് സ്റ്റേഷൻ സൗജന്യമായി ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. CITU വളാഞ്ചേരി ഏരിയ സെക്രട്ടറി PV പ്രസാദ്, ഏരിയ പ്രസിഡന്റ് KA സക്കീർ, വൈസ് പ്രസിഡന്റുമാരായ മുഹമ്മദ് ജസീം PP, രാജേഷ് കുമാർ K, കമ്മിറ്റി അംഗങ്ങളായ ഷറഫുദ്ദീൻ M, രാധാകൃഷ്ണൻ T, സുദർശനൻ CT എന്നിവർ ചേർന്നാണ് നിവേദനം കൈമാറിയത്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. Even if